അപ്പൊ ഇന്നാണല്ലോ ചാതുപ്പം പുറപ്പാടിന്റെ രണ്ടാമത്തെ ദിവസം. അപ്പൊ ഞങ്ങൾ ഇന്ന് പേടിയാട്ട് കാവിലേക്ക് വന്നതാണ്. ഇനി ഉത്സവം നടക്കുന്നത് ഇവിടെയാണ്, നമ്മളെ പേടിയാട്ട് കുന്നിൽ. ഇവിടെയാണെങ്കിൽ നിറയെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഇന്ന് കാവിലേക്ക് ഞങ്ങൾ മാത്രമല്ല, എന്റെ കൂടെ എന്റെ ചേച്ചിയും അനിയത്തിയും ചേച്ചിന്റെ 2 മക്കളും എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്താണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ആളുകളേ ഉള്ളൂ. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് റോട്ടിലൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ട്, കുറെ ആളുകൾ സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് എന്താണെന്നറിയില്ല ഒരു സൈഡ് വാൽവ് നോക്കിയപ്പോൾ എന്താ അപ്പുറത്ത് ഐസ്ക്രീമിന്റെ കട ഉണ്ട്. പീലിക്കുട്ടിക്ക് ആണെങ്കിൽ ഐസ്ക്രീം വേണം, അതിന് അങ്ങോട്ട് വലിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ചേ. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ട ഐസൊക്കെ വാങ്ങിച്ച് ഹരിക്കുട്ടനോട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അവൻ ഐസ് വേണ്ട. പിന്നെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ ഒരു മിനി ഡ്രീം കേക്കിന്റെ സ്ഥലം കണ്ടത്. പിന്നെ ഹരിക്കുട്ടന് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും അതിലും കൈയിട്ട് വാരി അതിന്റെ ടേസ്റ്റ് നോക്കിയേ. പിന്നെയും കുറെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ ബജിക്കട കണ്ടത്. അവിടുന്ന് ഞങ്ങളാണെങ്കിൽ കോളിഫ്ലവറിന്റെ ബജി വാങ്ങിച്ചു. എല്ലാ സാധനങ്ങളും അങ്ങനെ കുറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഓരോന്ന് വാങ്ങിച്ചിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ മൊത്തം സാധനങ്ങൾ വാങ്ങിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ദീപാവലി ആണല്ലോ, ചേച്ചിക്കാണെങ്കിൽ ചിരാതില്ല എന്ന് പറഞ്ഞ് കുറച്ച് ചിരാതും വാങ്ങിച്ചു. അവിടെ ഒരു നെക്സ്റ്റ് ഐറ്റം കണ്ടത് വേറെ ഒന്നല്ല, നമ്മളെ സുനാമി സ്കെയിൽ, അതും ഒരെണ്ണം വാങ്ങിച്ച്. പിന്നെ വരുന്ന വഴിക്കാണെങ്കിലോ പാനിപ്പൂരിന്റെ കട കണ്ടു. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് പാനിപ്പൂരിയും കൂടെ ടെസ്റ്റ് ചെയ്യാണ്ട് പോന്നിക്കുകയാണെങ്കിൽ അതിന് സങ്കടം ആവൂല വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ പാനിപ്പൂരിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ടേസ്റ്റ് ചെയ്യണ്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയും ചെയ്യും. പിന്നെ എന്തായാലും വേണ്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് കിട്ടിയപ്പോൾ കണ്ടിട്ട് കഴിച്ചു നോക്കി. അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ചില സാധനങ്ങൾ ആദ്യമായിട്ട് കഴിച്ചിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നൂലേ ഒരു പ്രാവശ്യം കൂടെ വാങ്ങി കഴിക്കണം. പക്ഷെ പാനിപ്പൂരി എനിക്ക് ഇനി വാങ്ങി കഴിക്കണമെന്നൊന്നും തോന്നില്ല കേട്ടോ. ഒരുപാട് പാനിപ്പൂരി ലവേഴ്സ് ഉണ്ടാവും. ചിഞ്ചു അതിൽ പെട്ടതാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ തിന്നലും കുടിക്കലും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ.